എന്ത് അയാൾ ചെയ്താലും അത് നിങ്ങൾ എടുത്തോളും, അത് നിങ്ങൾ അംഗീകരിക്കുമെന്നൊരു ചിന്ത വരുമ്പോ അയാൾ തോന്നിവാസം കാണിക്കും, സ്ത്രീയായാലും പുരുഷനായാലും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റീഡിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുമായിട്ടുള്ള ബന്ധത്തോടുള്ള അവരുടെ എനർജി എന്താന്ന് നമുക്ക് ആദ്യം നോക്കാം. നിങ്ങളെ സ്നേഹം തുറന്നു പറയാത്ത ആളുടെ ഉദ്ദേശമാണ്, ഡെവിളാണ് ഞാൻ കണ്ടത്, കാപ്രിക്കോൺ ആണിത്. അപ്പോ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തോടുള്ള ഇവരുടെ എനർജി എന്താണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വ്യക്തി ശരിക്കും പറഞ്ഞാല് ഒരു ഈ ബന്ധം കംപ്ലീഷൻ, നമ്മളൊരു ബന്ധത്തിലേക്ക് തുടങ്ങുമ്പോൾ അതൊരു വിവാഹത്തിൽ കലാശിക്കും അല്ലെ. ലോങ് ടേം എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ലിവ് ഇൻ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു വിവാഹം. ഇനി വിവാഹം കഴിച്ച രണ്ടുപേര് തമ്മിലാണെങ്കിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഓക്കെ, നമ്മളുടെ വിവാഹം പോസിബിൾ അല്ല, പക്ഷെ നമ്മൾ ജീവിതകാലം മുഴുവനും നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടീവ് ആയിട്ട് ജീവിക്കും എന്ന ഒരു ചിന്ത. അതൊന്നുമില്ല ഇവിടെ, ഒരു കംപ്ലീഷൻ ഇല്ല. ഇതൊരു റിലേഷൻഷിപ്പിന് ഒരു കംപ്ലീഷൻ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണ് ഈ വ്യക്തി. ഇത് പോകുന്ന പോലെ പോകട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. എന്ന് വെച്ചാല് ഈ വ്യക്തി നിങ്ങളോട് ഒരിക്കലും തുറന്ന് പറയില്ല സ്നേഹമാണെന്ന്. വ്യക്തിക്ക് ഉള്ളിൽ സ്നേഹമുണ്ടോ ഇല്ലയോ എന്താണെങ്കിലും ഈ വ്യക്തി ഒരിക്കലും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ആരെങ്കിലും, ഇപ്പം ചിലര് പറയാറുണ്ട് അവരുടെ ഫ്രണ്ട്സ് വിളിച്ച് ചോദിച്ചു എന്നൊക്കെ പറയും. പക്ഷെ ഫ്രണ്ട്സ് വിളിച്ച് ചോദിച്ചാലും ഈ വ്യക്തി ഒരു പ്രാവശ്യം എനിക്ക് അവളെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമ്മിറ്റ്മെന്റ് ആയി. അത് ഈ നിങ്ങളോടല്ലാതെ തന്നെ വേറെ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു കമ്മിറ്റ്മെന്റ് ആയിട്ട് വിചാരിക്കും. കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് പിന്നെ ഒരു വാക്കാണത്. ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവുമെന്ന്. നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്റെ അമ്മയോടോ അച്ഛനോടോ ഫ്രണ്ട്സിനോടോ ബ്രദറിനോടോ സിസ്റ്ററോടോ ആരോടൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് പിന്നെ ഒരു ഉത്തരവാദിത്തമായിട്ട് മാറും. ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കാത്ത ഒരു എനർജിയാണിത്. മനസ്സിലായോ? അപ്പോ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത്, ഒരിക്കലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പുറത്തു നിന്ന് ഒരാളെയും ഇതിനകത്തേക്ക് കൊണ്ടുവരരുത്. അതാണ് മെയിൻ ആയിട്ട് ചെയ്യേണ്ട കാര്യം. ഒരിക്കലും ഒരു തേർഡ് പേഴ്സൺ